ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മുറുകൂടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇതാട്ടോ കൂട്ടുകാരെ, മുറുകൂടി മുറിവുണ്ടാകുന്ന അവിടെയെല്ലാം ഭേദമാക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ തൊട്ടാവടിയും ഉണ്ട്. ഇതൊരു ഔഷധമാണ് കേട്ടോ കൂട്ടുകാരെ. ഇതാണ് പനിക്കൂർക്ക. ഇത് ജലദോഷത്തിനും ചുമയ്ക്കും എല്ലാം ഉത്തമമാണ്. ഇതാണ് കൂട്ടുകാരെ കരുന്തുളസി. ഇത് ഞങ്ങൾ വീടുകളിൽ വെള്ളം വെക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ജലദോഷവും ചുമയും കുറയ്ക്കാൻ സഹായിക്കും. ഇതാണ് കൂട്ടുകാരെ കൊടുത്തുവ. ഞങ്ങൾ ഇവിടെ ചെറിയ നില എന്നാണ് വിളിക്കുന്നത്. ഇത് ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കും. ഇതാണ് മുക്കുറ്റി. ഇത് ഒരു ഔഷധ സസ്യമാണ്. ഇതാണ് നന്ദ്യാർവട്ടം. ഇത് നേത്രരോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ഉത്തമമാണ്. ഇതാണ് കേട്ടോ കൂട്ടുകാരെ ചെറുനാരകം. ഇതൊരു മരമാണ്, പക്ഷെ ഇത് ഒരു ഔഷധമാണ്. ഇത് കറിവേപ്പില. ഇത് ഒരു ഔഷധമാണ്. ഇതാണ് കറ്റാർവാഴ കേട്ടോ. ഇത് ചർമ്മ ശിശുരോഗങ്ങൾക്കെതിരെ ഔഷധമാണ് കറ്റാർവാഴ. ഇതാണ് ചിറ്റമൃത്. ഇത് മൂത്രശയ രോഗങ്ങളിലും ആമാശയ രോഗങ്ങളിലും കരൾ സംബന്ധമായ രോഗങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും വിഷചികിത്സയ്ക്കും നല്ല ഔഷധമാണിത്. ഇതാണ് പൂവാങ്കുരുന്നില. ഇത് കൺമക്ഷി പ്രകൃതമായി ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതാണ് ചെറുള. ഇതൊരു ഔഷധമാണ്. ഇതാണ് കൂട്ടുകാരെ നിത്യകല്യാണി. ഇതൊരു ഔഷധമാണ്. ഇത് ആര്യവേപ്പാണ് കേട്ടോ കൂട്ടുകാരെ. ഇതിന് നിറയെ ഔഷധ ഗുണങ്ങളുണ്ട്. ആര്യവേപ്പ് മരവും കൂടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഔഷധ സസ്യങ്ങൾ. അപ്പോൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു.